അയ്യപ്പ പഠിക്കലെവിടെ? ഗോവിന്ദൻകുട്ടി എവിടെ? നല്ലാട്ട ഒന്ന് വേഗം ചെല്ലടോ. നേരെ എത്ര നിശ്ചയത്തിന് 12 കെട്ടി തീർന്നാ മതിയായിരുന്നു. ആ ഓല ഒന്ന് മാറ്റി ഒരാൾ അങ്ങോട്ട് കടന്നോട്ടെ. ഓലയിൽ കിടക്കാനോ? ഇത് മെയ്യാ ഉള്ളതാ. കിണറ്റിനത്തിന് വെള്ളം കോരുക. കിണറ്റിൽ ആരും ഇല്ലേ? ഇവക്കൊരു കമ്മല് വാങ്ങാൻ രാവിലെ ദിനകരൻ പോകുമ്പോ തുമ്പശ്ശേരി കുറിപ്പ് വേലി കെട്ടി ഉടക്കി വെറുതെ സമയം പോയി. എന്നാൽ അത് പിന്നെ വാങ്ങിയാ മതി ദിനകരാന്ന് ഞങ്ങളൊക്കെ പറഞ്ഞതാ. അവനത് ഇന്ന് തന്നെ വാങ്ങണം ഒരേ നിർബന്ധം. ചിരിയെടുത്ത് എന്തിനാ കരയണേ? കണ്ണില് വെള്ളം നിറഞ്ഞല്ലോ. സന്തോഷം കൊണ്ട് പെൺകുട്ടികൾക്ക് ഇത്രയും സ്നേഹമുള്ള ഏട്ടന്മാരുണ്ടാവുന്നത് ഒരു ഭാഗ്യം തന്നെ. എനിക്ക് അങ്ങനെ ഒരെണ്ണത്തിന് ദൈവം തന്നില്ല. ഓ തുടങ്ങിയോ? ഉരുട്ടാൻ വരട്ടെ പഠിക്കലേ. വരണ്ട ആൾക്കാരെ എത്താൻ ഇത്തിരി താമസം ഉണ്ടാവോ സംശയം. അവരും കൂടി വന്നിട്ട് ഉരുട്ടുന്നല്ലേ ഭംഗി. അതിന് വരണ്ട ആൾക്കാരല്ലോ ഞാൻ ഉരുട്ടുന്നത്, കബഡിയല്ലേ? ശരിയാണല്ലോ, ഉരുട്ടിക്കോളോ. ഞാൻ പറഞ്ഞ എത്ര കാര്യാക്കട്ടെ. വന്നു വന്നു മാഷേ വന്നു. മോളെ മോളെ ചെക്കന്റെ അച്ഛനും കൂട്ടരും വന്നു. മോളെ എന്റെ ഇടത്തേക്ക് സന്തോഷാവും. സന്തോഷം. മലതി അവര് വന്നു. ഞാൻ വൈകിയോ? ഏയ് ഉരുട്ടി ഇങ്ങോട്ട് എടുക്കണുള്ളൂ. ഇരിക്ക. മുഹൂർത്തം തെളിയണ നേരത്ത് തന്നെ പെങ്ങൾക്ക് ഇത്തിരി സ്വർണ്ണമായിട്ടാണ് ഏട്ടന്റെ വരവ്. ഇതിനപ്പുറം ഒരു മഹാഭാഗ്യം സഹദേവന് എന്താ വേണ്ടത്? മേസ്ത്രി പറ. ഒന്നും പറയാനില്ല. എന്റെ മോന സഹദേവൻ. ആരും അറിയാതെ അവൻ സ്നേഹിച്ച ദേവകന്യകയാ മാഷിന്റെ മോള് രാധ. മകൻ സ്നേഹിച്ച കന്യകയെ മകന് വിവാഹം കഴിച്ചു കൊടുക്കുന്നതാ പിതാവിന്റെ ധർമ്മം. അതെ, ആ ധർമ്മം ഞാൻ ചെയ്യുന്നു. അതിനിങ്ങനെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും കണക്ക് പറയേണ്ട യാതൊരാവശ്യമില്ല. കബഡി ഉരുട്ടേ ഉള്ളൂ മുതലാളി. ഇതുവരെ ഉറച്ചിട്ടില്ല. അധികാരി അയ്യപ്പ പണിക്കര്, തുന്നക്കാരൻ നാരായണൻകുട്ടി, പോസ്റ്റ്മാൻ മൈതൂട്ടി, കറവക്കാരൻ നാരായണൻ, അമ്പലക്കമ്മിറ്റി പ്രസിഡന്റ് സദാശിവ മേനോൻ, ശാന്തിക്കാരൻ അച്ചൂട്ടി. അങ്ങനെ ഈ നാട്ടിലെ സകല നാറികളും നിരന്നങ്ങനെ ഇരിപ്പുണ്ടു. മുതലാളി മാത്രം അവിടെ ഇല്ല. ആ അധികാരിയുടെയും ഹെഡ് കോൺസ്റ്റബിൾ കൊച്ചുകൃഷ്ണന്റെയും ഒക്കെ ഒരു തലക്കനം കാണണം. ഇരുത്തം കണ്ട ഇതിലും വലിയ തലയൊന്നും ഈ നാട്ടിൽ വേറെ ആർക്കും ഇല്ലാന്ന് തോന്നും. സത്യം പറഞ്ഞ ഇതാ തല. ഇത്രയും തറവാടിത്തമുള്ള ഒരു തല ഈ നാട്ടിൽ വേറെ ആർക്കും എടുക്കാനില്ല മുതലാളി. മുതലാളി പോവാഞ്ഞതും നന്നായി, അവര് മുതലാളിയെ വിളിക്കാഞ്ഞതും നന്നായി. താനിങ്ങനെ ഓടിപ്പാഞ്ഞ് ഇവിടെ വന്ന് ഓരോരോ ഗോളായിട്ട് അടിക്കണ്ട. വേണ്ട, മൊത്തത്തിലൊന്നു കണ്ട് എന്താ അവരുടെ തീരുമാനം ഒന്ന് ഇവിടെ വന്ന് പറ. എന്നിട്ട് വേണം എനിക്കൊരു ഗോൾ അടിക്കാൻ. ഈ വരുന്ന 23-ാം തീയതി രാവിലെ ധനുരാശി കഴിയുമ്പോൾ ഒരു മുഹൂർത്തമുണ്ട്. പിന്നെ 7-ന് ചിങ്ങരാശിയിൽ ശുക്രോദയത്തിനു മുമ്പ് ഒരു മുഹൂർത്തമുണ്ട്. ഇക്കൊല്ലം കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല മുഹൂർത്തമായിരിക്കണം അല്ലേ അച്ഛാ? ആയിക്കോട്ടെ, ഒരു ഉശിരുള്ള മുഹൂർത്തം ആയിക്കോട്ടെ എന്നാ സഹദേവൻ പറഞ്ഞത്. അങ്ങനെ ഒരെണ്ണം കിട്ടുമോ മോനെ? പിന്നെന്താ, സഹദേവന് ഉശിരുണ്ടെങ്കിൽ ഉശിരുള്ള മുഹൂർത്തം തന്നെ നമ്മൾ പിടിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ തുലാം 16-ന് ചന്ദ്രനും വ്യാഴവും ഏറ്റവും ഉശിരോട് ഒരേ രാശിയിൽ വരുന്നുണ്ട്. അവര് വന്നോട്ടെ, അവർക്ക് ഇത്തിരി ഉശിരുണ്ടായിക്കോട്ടെ. അന്ന് കാലത്ത് 10 കഴിഞ്ഞ് 10:45 ഒരു മുഹൂർത്തമുണ്ട്. അതിലും ഉശിരോടൊരു മുഹൂർത്തം ഈ പഞ്ചാംഗത്തിൽ ഞാൻ കാണുന്നില്ല. എന്നാ വേറെ പഞ്ചാംഗം വാങ്ങാം. വാങ്ങിയിട്ട് കാര്യമില്ല, അതിലും കാണില്ല. തുലാം 16 എന്ന് പറയുന്നത് അത്ര ദൂരത്തൊന്നുമല്ല, അത് പെട്ടെന്ന് എത്തും. എപ്പോ വേണമെങ്കിലും എത്തിക്കോട്ടെ. ഞങ്ങളുടെ ഭാഗത്ത് സഹദേവൻ റെഡിയല്ലേ മോനെ? ഒരാൾ മാത്രം റെഡിയായ എങ്ങനെയാ കല്യാണം നടക്കുന്ന സംശയം. എല്ലാരോടും കൂടി ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എന്ത് കാര്യവും വെച്ച് താമസിപ്പിക്കുന്നതിലും ഒരർത്ഥമില്ല. ഇല്ല, നേരത്തെ കല്യാണം കഴിച്ചാ അത്രയും നല്ലത്. അതോടെ അതെന്താണെന്ന് അങ്ങോട്ട് പിടികിട്ടൂലോ. അത് ശരിയാ. നിങ്ങളുടെ ഈ സ്നേഹവും സന്തോഷവും കാണുമ്പോ ഇങ്ങനെയൊരു ജന്മം തന്നതിന് ഞാൻ ഈശ്വരനോട് നന്ദി പറയാ. ഏത് മുഹൂർത്തായാലും ശരി, എന്റെ കുട്ടിയുടെ കല്യാണം എല്ലാവരും കൂടി അങ്ങോട്ട് നിശ്ചയിക്കുക. എനിക്ക് എന്റെ മോളുടെ കഴുത്തില് സഹദേവൻ മിന്നു കെട്ടുന്നത് കാണണം. എനിക്കും എന്റെ മക്കൾക്കും അവന്റെ അത്രയ്ക്ക് ഇഷ്ട. ഇനിയിപ്പോ ആരെങ്കിലും ഇതൊന്നും തീരുമാനിച്ചില്ലേ മാഷ് അവിടെ ഇരുന്ന കാര്യം? തീരുമാനിക്കാനൊന്നുമില്ല, അത് തന്നെ മുഹൂർത്തം. എന്താ ഉച്ചകൃഷ്ണ, എന്താ മേസ്ത്രി, എന്താ ഇവിടെ ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്താ ദിനകരാ? മതി, അത് ഉശിരുള്ള മുഹൂർത്തം തന്നെയാ. അപ്പോ വരുന്ന തുലാമാസം 16-ാം തീയതി മുഹൂർത്തം. മുഹൂർത്തം അടുക്കും തോറും ഉശിര് കൂടി കൂടി എല്ലാവരും ഒത്തുചേർന്ന് ഉശിരായി ഈ കല്യാണം നടത്തും. ഉറപ്പിച്ചു മുതലാളി, കല്യാണം ഉറപ്പിച്ചു. മന്ത്രിസഭയിൽ ആളെടുക്കണ മാതിരി എല്ലാരും കൂടെ കെട്ടിപ്പിടിച്ചും ഉമ്മ വച്ചും തുലാം 16-ന് അങ്ങ് ഉറപ്പിച്ചു. തുലാം 16 നല്ല നാളാ.
അതിനും നല്ല നാളാ നിന്റെ അമ്മയുടെ 16. അതായാലും മതിയല്ലോ. വാ. പുറത്ത് തീയതി നിശ്ചയിക്കുമ്പോ അകത്ത് പെണ്ണുങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് അവളുടെ ആഭരണങ്ങൾ കണ്ട് രസിക്കുകയായിരുന്നു. ഏട്ടന് തൃപ്തിയായല്ലോ. ഇത്രയും കാലം അളിയനോട് യുദ്ധം ചെയ്തിട്ടും നാരായണ മാഷ്ക്കൊന്നും പറ്റിയിട്ടില്ല. ഇന്ന് വെറുതെ ഉണ്ടാക്കി കമ്മല് തന്നെ 7 പവനാ. 7 പവനാ? 7 പവനോ? നിങ്ങളെ നന്നായി അറിയുന്നോട് ചോദിക്കുക. മുമ്പ് വന്ന കല്യാണങ്ങളൊക്കെ കലക്കിയതുപോലെ ഈ കല്യാണം കലക്കണമെന്ന് വല്ല ചിന്തയുണ്ടോ? കലക്കൂല, പക്ഷെ ഇതും കലങ്ങും. ഞാൻ പറയുന്നതിനെതിര് പറയാതെ ചിന്നൻ അങ്ങോട്ട് കേൾക്കുക. എനിക്ക് വളരെ വിശ്വാസമുള്ള ഒരു കണിയാനെ ഒരു കാര്യത്തിന് രാവിലെ കാണേണ്ടി വന്നു. തുലാം 16. കാലത്ത് 10നും 11നും ഇടയിൽ സകല വൈരാഗ്യങ്ങളും മറന്ന് തുമ്പശ്ശേരിക്കുറുപ്പിനും ചിന്നക്കുറുപ്പിനും ഒന്നാകാൻ ഇതിലും നല്ലൊരു മുഹൂർത്തം എനിക്ക് കിട്ടില്ലെന്ന് അയാൾ പറഞ്ഞ്. ചിന്ന, നമ്മളായിട്ട് ആ മുഹൂർത്തം കളയണോ? കളയണ്ട. ചിന്ന, ആയ കാലത്ത് നമ്മൾ അന്യോന്യം ഒരുപാട് പാലം വലിച്ചിട്ടുണ്ട്. പാലത്തേന്ന് തെന്നി നമ്മൾ രണ്ടാളും താഴെ വീണിട്ടുമുണ്ട്. ഈ ഒരു ബന്ധത്തോടെ നമ്മുടെ പാവങ്ങൾ നമുക്ക് കഴുകിക്കളയാം. എന്താ, നമുക്കതങ്ങ് നടത്തിക്കൂടെ? നടത്തിക്കൂടെ? തുലാം 16 നല്ല നാളാ. അതെ, എല്ലാവരെയും വിളിച്ചു കൂട്ടി ഒരു നിശ്ചയം നടത്താം. അന്ന് തന്നെ മോതിരവും മാറാം. മാറാം. ശത്രുക്കളായി ഇങ്ങനെ എന്നും ജീവിക്കാനാണ് ഭാവമെങ്കിൽ പിന്നെ മനുഷ്യജന്മം എടുത്തിട്ട് എന്താ കാര്യം? നമ്മളെല്ലാം മനുഷ്യന്മാരല്ലേ? അത്തരമൊരു ചിന്ത തുമ്പശ്ശേരിക്കും തോന്നി തുടങ്ങിയെങ്കിലേ എനിക്കിനി രണ്ടിലൊന്നും ആലോചിക്കാനില്ല. തുലാം 16 രുക്മിണിയുടെ കഴുത്തിൽ ചന്ദ്രപ്പൻ താലി കെട്ടും. നമ്മൾ ബന്ധുക്കളാവും. എന്താ? സത്യം പറഞ്ഞാലേ ഇപ്പോഴൊന്ന് ആശ്വാസമായത്. രുക്മിണി മോളെ വത്സലയ്ക്ക് ജീവനാ. കിട്ടുമെന്ന് ഉറപ്പായാലേ ഇവിടെ വന്ന് കാണുമെന്ന വത്സല പറഞ്ഞത്. ചെറിയച്ഛനും ചെറിയമ്മയും തുമ്പശ്ശേരി കുറുപ്പിന് എന്നെ വിറ്റോണ്ടിരിക്കുക. ഞാൻ ആ വീട്ടിലേക്ക് പോവില്ല. ഞാൻ മരിക്കും. സത്തായിട്ട് തീ കൊളുത്തി മരിക്കും. എന്റെ കുഞ്ഞിനെ കുരിശു കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവൾ എന്നെ ഏൽപ്പിച്ചിട്ടാവും പോയത്. തുലാം 16 വൃശ്ചികം 16 ഒന്നും അവൾക്ക് വേണ്ടെങ്കിലോ? ഈ തള്ളക്ക് വേറെ പണിയൊന്നുമില്ലേ? താൻ എനിക്കൊരു സഹായം ചെയ്യണം ചിന്ന. തന്റെ പഴയ പത്തായപ്പര പൂട്ടിക്കിടക്കുകയല്ലേ. എനിക്കത് കുറച്ചു മാസത്തേക്ക് വാടകയ്ക്ക് കയറണം. ചന്ദ്രപ്പന് വേണ്ടി ഏട്ടന്റെ ബിസിനസ് തുടങ്ങാൻ പോവാ. കല്യാണമൊക്കെ വരില്ലേ? ചന്ദ്രപ്പന് വേണ്ടി ഒരു വിദേശ ബിസിനസ്. നമ്മുടെ അപ്പൂപ്പന്റെ കാലത്തെ ചെല്ലപ്പെട്ടി എടുത്ത് തൂത്തു തുടച്ച് വൃത്തിയാക്കി അത് ബാംഗ്ലൂരോ ഹൈദരാബാദിലോ കൊണ്ടുപോയി വിറ്റാൽ അപ്പൂപ്പന്റെ അപ്പൂപ്പനേക്കാൾ വില കിട്ടും. അത് അവിടുന്നും പറഞ്ഞു യൂറോപ്പിലെത്തുകയാണെങ്കിൽ പിന്നെ പിടിച്ചാ കിട്ടാത്ത വിലയാണോ? അതാ എന്റെ ബിസിനസ്. ഏട്ടന്റെ കയ്യിലും ധാരാളം ഉരുപ്പടികളുണ്ട്. അങ്ങനെ ഇങ്ങനെ വിലക്ക് വാങ്ങിയതേ. അതൊക്കെ സൂക്ഷിക്കാൻ ഐശ്വര്യമുള്ള സ്ഥലം വേണം. പ്രമാണം എഴുതി വാടകയ്ക്ക് തന്നാ മതി. രുക്മിണി ആലോചിച്ച് തരണ്ട. അങ്ങനെ ഏട്ടൻ വാങ്ങത്തില്ല. ഇതാ തന്നിരിക്കുന്നു. ഇതിലേതാണോ തന്റെ പത്തായപ്പര? ഏട്ടൻ തൊട്ട തന്നെ. ഇപ്പൊ അങ്ങോട്ട് ചെന്ന് നാണം കെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. അവരെന്താ കാര്യമായിട്ട് സംസാരിക്കാം. എനിക്ക് അവനെ ഒന്ന് കാണണം. ഞാൻ പോവും. എന്താ നീ ചെയ്യാൻ പോണത്? അച്ഛക്ക് നാണം കെടുത്താൻ ഒരുമിട്ടാ തള്ളിയും മോളും മനസ്സമാധാനത്തോടെ ഇതിനകത്ത് കഴിയില്ല. തുമ്പശ്ശേരിക്കാർക്ക് എന്താടി ഒരു കുറവ്? നേരാവണ്ണം നിന്ന അന്തസ്സിൽ കല്യാണം കഴിച്ചു പോവാം. തള്ളയ്ക്ക് സദ്യ ഉണ്ണാം. അതല്ല എന്നെ ചവിട്ടി അരച്ച് പോവാന്ന് വിചാരിച്ചാ രണ്ടും ഇവിടെ കരഞ്ഞു ചാകും. മനസ്സിലാക്കിക്കോ. എന്റെ അമ്മ കസേരയുടെ വടി കൊണ്ട് തല്ലുകൊള്ളാൻ ഞാൻ എന്ത് പാപം ചെയ്ത്? അവൾക്ക് കുറിപ്പിനെ ആലോചിച്ചത് ഞാനാണോ? പത്തായിപ്പുര വാടക കൊടുത്തത് ഞാനാണോ? സൂക്ഷിച്ചിരുന്നു. തരം കിട്ടിയ വളം വെച്ച് കൊടുത്ത് അമ്മ അവളെ കൊണ്ട് നിങ്ങളെ തല്ലിക്കും. നമുക്ക് കുട്ടികളില്ലാത്തത് ജനിക്കാതെ പോയ അവരുടെ ഭാഗ്യം. ജനിച്ചിരുന്നെങ്കിൽ അവർക്ക് തല്ല് കിട്ടിയെന്നെ.
ആ എവിടുന്നോ ഒരു പെണ്ണിന്റെ കരച്ചിൽ കേട്ട പോലെ തോന്നി. അച്ഛൻ കേൾക്കണ്ടോ? എനിക്ക് ആ പ്രായം കഴിഞ്ഞു. ഇനി കേട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല. മനസ്സിലായി? എന്തോന്ന് മനസ്സിലായി? അസുഖം മനസ്സിലായി. വല്ലവരും മനസ്സിലുണ്ടെങ്കിൽ പറ, അച്ഛൻ വഴി കാണാം. എനിക്ക് ആരുമില്ല. പിന്നെ നീയൊക്കെ എന്തിനാടാ മീശയും വെച്ച് നടക്കണേ? നിന്റെ അമ്മയ്ക്ക് ഞാൻ ആദ്യത്തെ കത്ത് കൊടുക്കണത് എന്റെ എത്രാമത്തെ വയസ്സിലാണെന്ന് നിനക്കറിയോ? അറിയാം. ആ അമ്മ ആ കത്ത് രാമായണത്തിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. ആ, ആ. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഞാനത് രാമായണത്തിൽ നിന്ന് എടുത്ത് എന്റെ ഡ്രോയിങ് ടീച്ചർക്ക് കൊടുത്തു. ഉവ്വോ. ആ. ആ. അച്ഛന് കിട്ടേണ്ട അടി അന്ന് എനിക്കാ കിട്ടിയത്. ആ. ലവ് ലെറ്റർ എഴുതാൻ അച്ഛൻ വളരെ വീക്കാ. അങ്ങനത്തെ ഒരു കത്ത് എഴുതിയാലൊന്നും ഇന്നത്തെ പെണ്ണുങ്ങൾ വീഴില്ല അച്ഛാ. അമ്മ വീഴും. ഇനി വീഴൂന്ന് ഉറപ്പുണ്ടെങ്കിൽ അച്ഛൻ അതുപോലെ ഒരെണ്ണം എനിക്ക് എഴുതിത്താ. ഞാൻ ആർക്കെങ്കിലും കൊടുത്തു നോക്കാം. ആ, എന്താ ചെറിയമ്മി മോളും കൂടി ഒരു സ്വർണ്ണ കച്ചവടം? ദിനകരൻ രാധയ്ക്ക് വാങ്ങിയ കമ്മല് മാഷ കണ്ടില്ലല്ലോ. എവിടെ? ഈ സ്വർണത്തിന് അവനൊരു താലി വാങ്ങിയിരുന്നെങ്കിൽ ഒരാളെ കണ്ടുപിടിച്ച് തുലാം 16 അവന്റെയും കല്യാണം നടത്തായിരുന്നു. വല്ലവരും മനസ്സിലുണ്ടോന്ന് ചോദിച്ചപ്പോ എന്നോടൊരു കത്ത് എഴുതി കൊടുക്കാനാ അവൻ പറഞ്ഞത്. ഞാൻ അവനൊരു കത്ത് എഴുതാൻ പോവാ. കത്തെഴുതാൻ വന്നിട്ട് മാഷ് എന്താ ഈ നേരത്തെ ഏടത്തിയുടെ പെട്ടി തുറക്കണേ? ഒക്കെ രാധയുടെ കല്യാണത്തിന് ഒരു കൂട്ടി വെച്ച ആഭരണങ്ങളാ. ആ. അമ്മിണിയുടേതാ കൂടുതലും. സർവാഭരണ ഭൂഷിതയായി അന്തസ്സുള്ള ഒരു ചെറുപ്പക്കാരന് ഇവളെ വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് അമ്മിണി എപ്പോഴും എന്നോട് വന്ന് പറയും. മോൾ ഇതൊക്കെ എന്നിട്ട് അച്ഛനൊന്ന് കാണട്ടെ. ഇങ്ങ് തന്നെ ഞാൻ ഇടിക്കാം. എണ്ണി നോക്കാൻ ഒന്നുമില്ല. എല്ലാം കൂടി 101 പവന് 7 പവന്റെ കുറവേ ഉള്ളൂ. സ്വർണം കൊണ്ട് ഒരു ബെൽറ്റ് ഉണ്ടാക്കിയോളെന്ന് ഞാൻ ആലോചിക്കണേ. എന്നാ പിന്നെ ഒരു പേഴ്സും കൂടി ആയിക്കോട്ടെ. ഉം. വെറുതെ അന്തസ്സിന് ഗമ കാട്ടി കയ്യിൽ പിടിക്കാലോ. ഉം. ഓ ഈ ചെക്കൻ കൊണ്ടാ ഈ ചെറിയമ്മയ്ക്ക് സ്വർണം കണ്ട പ്രാന്താ. പ്രാന്തല്ലടാ പ്രാന്ത.